ഇന്ന് വരെ ഞങ്ങൾ BJP-യുമായിട്ടോ ഒരു പാർട്ടിയുമായിട്ടും അങ്ങനെയുള്ള രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. ധാരണ ഉണ്ടാക്കുന്ന സമയത്ത് മറ്റു രാഷ്ട്രീയക്കാരെ പോലെ ഭയക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളൊരു ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ചർച്ച നടത്തിയിട്ടെന്ന് പറയും. ഇപ്പോൾ ചർച്ച നടത്തി തീരുമാനമെടുത്തു. എന്നാൽ ഇന്ന് ഈ തീരുമാനമെടുക്കുന്നവരെ ഞങ്ങൾ ഈ 14 വർഷമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സഖ്യവുമായിട്ട് ഞങ്ങൾ കൂടാനായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. അതിനൊന്നും ഇനി പ്രസക്തിയില്ല. കാരണം എല്ലാ ആളുകളും അല്ല, യാഥാർത്ഥ്യമാകുക എന്നുള്ളതല്ലല്ലോ. ഞങ്ങളുടെ ചില ആശയങ്ങളുമായിട്ട് യോജിക്കുന്ന ആളുകളായിരിക്കണമല്ലോ. ഞങ്ങൾക്ക് എല്ലാ ആളുകളുമായിട്ട് കൂടിച്ചേരാൻ സാധിക്കില്ല. അപ്പോൾ ആശയപരമായിട്ട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കണം. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടുകളിൽ ഒരുപോലെ നിൽക്കാൻ പറ്റുന്ന ആളുകളായിരിക്കണം. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സഖ്യകക്ഷി ആയിട്ട് ഒരു മൂലയ്ക്ക് ഇരുന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വികസനം കേരളത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഏറ്റവും ഉതകുന്ന ഒരു പാർട്ടി ഞങ്ങൾ BJP-യും NDA-യുമായിട്ട് കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ അതിൽ തീരുമാനം. അല്ല, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ ഒരു മുന്നണിയിൽ വരുമ്പോൾ അതിൻ്റെ മര്യാദകളുണ്ട്. അത് എല്ലാവരും കൂടി ആലോചിച്ചിട്ട്, ഞാൻ മാത്രമല്ലല്ലോ. ഇപ്പോൾ ഇന്നലെ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. അത് എൻ്റെ പാർട്ടിയുടെ മാത്രം തീരുമാനങ്ങളാണിത്. ഇന്നതല്ല, ഇന്ന് പല പാർട്ടിക്കാരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഒരു തർക്കം ഇതിലുണ്ടാവില്ല. NDA-യിൽ സീറ്റിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഞങ്ങളുടെ മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടിലായിക്കോട്ടെ, ഒരു തർക്കം ആരുമായിട്ടുണ്ടാവില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020 ഒതുക്കാനായിട്ട് കോൺഗ്രസിന് അല്ല, അത് എത്രത്തോളം പരിതാപകരമാണ്. കാരണം ഇന്നത്തെ LDF UDF-ഉം ഒറ്റയ്ക്ക് നിന്ന്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ഒരു പാർട്ടിയോട് നേരിടാനായിട്ട് പ്രാപ്തരല്ലാത്തയാക്കി ഞങ്ങൾ കളഞ്ഞല്ലോ. എന്നിട്ടും അവർക്കെന്ത് വിജയം നേടാൻ സാധിച്ചു? അവരാണ് പരാജയപ്പെട്ടത്. 25 പാർട്ടി നിന്നിട്ട് ഇന്ത്യ സഖ്യത്തിനേക്കാളും മഹാസഖ്യത്തിനേക്കാൾ വലിയ സഖ്യം ഉണ്ടാക്കി മത്സരിച്ചിട്ടും 2020-യെ പരാജയപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളത് തന്നെ അവരുടെ ഏറ്റവും വലിയ പിടിപ്പുകേടാണ്. സതീശൻ പറഞ്ഞ ചില വിസ്മയങ്ങൾ കാണുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ്. ഇപ്പോൾ വിസ്മയം സംഭവിച്ചിരുന്നത് NDA-യിലാണ്. അത് സതീശനോട് ചോദിക്കണം. ഇപ്പോൾ ഇത്ര വർഷമായി BJP മാറിയത് കൊണ്ടാണോ താങ്കൾ ഇങ്ങോട്ട് വരുന്നത്? അല്ല, 12 വർഷമായിട്ട് നമ്മൾ ഈ BJP ചെറുതായിട്ട് കാണാൻ പാടില്ല. 140 കോടി ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ഗവൺമെൻറ് 12 വർഷമായിട്ട് ഇവിടെ ഭരിക്കുകയാണത്. ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? നമ്മൾ ഈ BJP എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നു. ഒരു അഴിമതി 12 വർഷമായിട്ട് BJP പാർട്ടിയിൽ നമുക്ക് സംഭവിക്കാൻ പറ്റുമോ? എത്രമാത്രം ഇന്ത്യ വികസിച്ചു. അപ്പോൾ ഞങ്ങളിന്ന് ഇന്ത്യ ഭരിക്കുന്ന ഏറ്റവും നല്ലൊരു ചോയ്സ് ഞങ്ങൾ ഏറ്റെടുത്തു. ഇനിയുള്ള യാത്ര ഇന്ത്യക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ ചൂടുറപ്പിച്ച് നിൽക്കുമെന്നാണ്. കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് NDA-യുടെ ആവശ്യമായിരുന്നു, നരേന്ദ്രമോദിജിയുടെ ആവശ്യമായിരുന്നു. എൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ എൻ്റെ സേവനം കേരളത്തിന് ആവശ്യമുണ്ടെന്ന് BJP-യും NDA-യും തീരുമാനിച്ചു. ആ ഉറപ്പ് അംശം കിട്ടിക്കഴിഞ്ഞു. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, BJP എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. അതിൽ പ്രധാനമന്ത്രി മുതൽ എല്ലാ ആളുകളും അറിയാതെ ഏതെങ്കിലും ഒരു തീരുമാനം ആർക്കെങ്കിലും എടുക്കാൻ സാധിക്കുമോ അതിൽ? അപ്പോൾ അറിയേണ്ടവർ അറിഞ്ഞിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്, അവരുടെ കൺസെൻറ്റോട് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നാളത്തെ ചടങ്ങിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ ചടങ്ങ് നടക്കുന്നത്. 2020 ടീം നാളെ മുഴുവനായിട്ട് ഇവിടെ എത്തുന്നുണ്ടോ? അത് ആവശ്യമുള്ള ആളുകൾ വരും. ആയിക്കോട്ടെ. തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിനാണ് അല്പസമയം മുമ്പാണ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. താനൊരു രാഷ്ട്രീയക്കാരനല്ല, ഒരു വ്യവസായിയാണ്. രാഷ്ട്രീയത്തിലേക്ക് വന്നത് LDF-ഉം UDF-ഉം നാട് മുടിക്കുന്നത് കണ്ട് മനം മടുത്താണ് എന്നാണ് സാബു ജേക്കബ് മാധ്യമങ്ങളോട് പറഞ്ഞത്. 14 വർഷമായി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്. എന്നിട്ടും കേരളത്തിൽ നിന്നും വെളിയിലേക്ക് പോകാൻ നിർബന്ധിതമായിരുന്നു ഇടത് വലത് സർക്കാരുകളുടെ ആ ഒരു വ്യാവസായിക വിരുദ്ധ സമീപനം. അവർ ഒരു തരത്തിലും ഇവിടെ വളരാൻ അനുവദിച്ചില്ല. രാഷ്ട്രീയ പകപോക്കലാണ് രണ്ട് വിഭാഗത്തിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും സാബു ജേക്കബ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയുണ്ട്. ഇപ്പോൾ പ്രജിത് മോഹനും ചേരുകയാണ് വിശദാംശങ്ങളുമായി. പ്രജിത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ട് തലേ ദിവസമാണ് അതിനിർണായകമായ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമുണ്ടായത്. 2020 NDA-യിലേക്ക്
ഒരു വിസ്മയം കാത്തുവച്ച ഒരു പ്രഖ്യാപനം. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് രാജീവ് ചന്ദ്രശേഖരും സാബു എം ജേക്കബും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്? കെ പി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണോ ഈ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപ് ഒരു വിസ്മയം സംഭവിക്കുമെന്ന് പറഞ്ഞത് പക്ഷേ വി ഡി സതീശനാണ്. പക്ഷേ ഉണ്ടായത് എൻ ഡി എയിലുമാണ് എന്നുള്ളതാണ് വ്യത്യാസം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രഖ്യാപനം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിർണായകമാകുന്നത് എന്നുള്ളത്. ഒരു പരമ്പരാഗത രാഷ്ട്രീയ സംവിധാനങ്ങൾക്കൊപ്പം ഒരു കാലത്തും സഹകരിച്ചിട്ടില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടി, പുതിയ വികസനത്തിന് വേണ്ടി മാത്രം നിലനിന്നിട്ടുള്ളൊരു രാഷ്ട്രീയ സംവിധാനം, അത് കേരളത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമാകണമെങ്കിൽ അത് എൻ ഡി എക്കൊപ്പം നിന്നാൽ മാത്രമേ നടക്കൂ എന്നുള്ളതും, കേരളത്തിൽ ത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി തങ്ങൾ കൊതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സാധിക്കുന്ന ഒരേ ഒരു മുന്നണി അത് എൻ ഡി എ ആണെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ 2020 ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമായി മാറിയിരിക്കുന്നത്. കേരളത്തിൽ വലിയ വോട്ട് ശതമാനമുള്ള, കേരളത്തിൽ നിന്ന് തന്നെ ആരംഭിച്ച, കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തുടങ്ങി ആ ഗ്രാമപഞ്ചായത്ത് പിടിച്ചടക്കുകയും പിന്നീട് സമീപ പഞ്ചായത്തുകളിലേക്ക് വളർന്നു കയറുകയൊക്കെ ചെയ്ത ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം 15% വോട്ട് പിടിച്ചെടുക്കാൻ കഴിഞ്ഞ വ്യത്യസ്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ സംവിധാനം, വ്യത്യസ്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ പരീക്ഷണം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള മുന്നേറ്റം, ആ മുന്നേറ്റത്തിൻ്റെയൊക്കെ കാര്യത്തിൽ കേരളത്തിൽ ആ പാർട്ടി എങ്ങനെ വളർന്നു കയറിയതാണെന്ന് നമ്മൾ കണ്ടതാണ്. ഒടുവിൽ നിലവിലത്തെ രാഷ്ട്രീയ സംസ്കാരത്തിൽ, നിലവിലത്തെ രാഷ്ട്രീയ രീതികളിൽ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്നത് ബി ജെ പിയും എൻ ഡി എയുമാണെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ 2020 എൻ ഡി എയുടെ ഭാഗമാകുന്നത്. ഇന്ന് അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം